ഡിറ്റക്റ്റീവ് ഉജ്വലൻ, റൈറ്റേഴ്സ്, ഡയറക്ടർ, ആക്ച്വലി 2 ഡയറക്ടേഴ്സ് ഉണ്ട്, രാഹുൽ ജി അതുപോലെ തന്നെ ഇന്ദ്രനീൽ GK. ഇവരുണ്ടൊരാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, സോഫിയ പോൾ പ്രൊഡക്ഷൻസ്. ഒരു മിനിമം ഗ്യാരണ്ടി സബ്സ്റ്റൻസ് എപ്പോഴും മോസ്റ്റ്ലി നമുക്ക് തന്നിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. അവരുടെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ഡിറ്റക്റ്റീവ് ഉജ്വലൻ. സ്റ്റാറിംഗ് ധ്യാൻ ശ്രീനിവാസൻ, അമീൻ നിഹാൽ, നമ്മുടെ യൂട്യൂബേഴ്സിലെയാണ്, കുറച്ചൊക്കെ ഞാൻ അവരുടെ കണ്ടിട്ടുണ്ട്. പിന്നെ റോണി ഡേവിഡ്, സിജു വിൽസൺ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സീമ ജി നായർ നമ്മുടെ കുഞ്ഞിരാമായണം, പിന്നെ കോട്ടയം നസീർ, നവാസ്. ഇങ്ങനെ ഒരു നല്ലൊരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഡിറ്റക്റ്റീവ് ഉജ്വലൻ. ഡിറ്റക്റ്റീവ് ഉജ്വലനിൽ ആക്ച്വലി കാണാൻ ഒരു ആഗ്രഹിച്ചിട്ടുള്ള ഒരു വൺ ഓഫ് ദ സിനിമയായിരുന്നു ആക്ച്വലി ഡിറ്റക്റ്റീവ് ഉജ്വലൻ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ ഒരു ബുസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഇതിങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അത് എന്താ പറയുക, അത് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലോട്ട് വരുന്നു. അവർ വന്നിട്ട് എന്ന് വെച്ചാൽ വേറെ പല ഒബ്വിയസ്ലി അവരൊരു മിനിമം ഗ്യാരണ്ടി ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തേക്ക് അവർക്ക് പോകായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ആക്ച്വലി മലയാളത്തിൽ ട്രൈ ചെയ്തതിന് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് ഒരു വലിയ കൺഗ്രാറ്റ്സ് പറഞ്ഞേ പറ്റൂ. ധ്യാൻ ശ്രീനിവാസൻ നമുക്കറിയാം, എല്ലാ ആഴ്ചയും ഫിലിം ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ്. പക്ഷെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു കാലിബർ, ലൈക്ക് നമ്മൾ പറയാമല്ലോ, പുള്ളി തന്നെ എപ്പോഴും പറയാം എനിക്കൊരു അഭിനയിക്കാനൊരു താല്പര്യമില്ല, പക്ഷെങ്കിൽ പുള്ളിക്കാരൻ്റെ ഈസ് ഓഫ് കൺവേയിങ് ഒരു ക്യാരക്ടർ എടുത്ത് കൊണ്ടുപോകുന്നത് രീതി, അത് കൺവേ ചെയ്യുന്ന രീതി ഭയങ്കര രസമുള്ള ഒരു രീതിയാണ്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ ഒരു ഇന്റർഫിയറൻസ്, സ്ക്രിപ്റ്റിനോടുള്ള ഒരു അഭിപ്രായം പറയൽ, അപ്പോൾ അത്തരത്തിലുള്ള ധ്യാൻ ശ്രീനിവാസൻ എലമെന്റ്സും ആക്ച്വലി ഈ സിനിമേൻ്റെ അകത്തുണ്ട്. ലൈക്ക് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് അവർ ആ സ്റ്റേജ് ചെയ്യുന്നുള്ളൂ, മിന്നൽ മുരളി ആ ഒരു സംഭവങ്ങൾ സ്റ്റേജ് ചെയ്തിട്ടുണ്ടല്ലോ. ഇൻ ദ മിഡിൽ ഓഫ് നോവെയർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗ്രാമം അവർ ഫോം ചെയ്യുന്നുണ്ട്. ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരും അതിൻ്റെ കാരിക്കേച്ചേഴ്സ് ഏത് ഒരു പഴയകാലമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് ഏത് കാലഘട്ടത്തിലാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതൊരു നമ്മൾ പറയില്ല ഇൻ ദ മിഡിൽ ഓഫ് നോവെയർ, അതാണ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു ഗ്രാമം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിട്ട് അവർക്ക് ആക്ച്വലി പറ്റിയിട്ടുണ്ട്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ, ആ ഗ്രാമത്തിലുള്ള കാരിക്കേച്ചേഴ്സിൻ്റെ ഫോം, പിന്നെ മുൻഷിയൊക്കെ കാണുന്ന പോലത്തെ ഒരു കാരിക്കേച്ചറിഷ് സ്റ്റൈലുള്ള ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അതൊക്കെ വളരെ രസമായിട്ടുണ്ടാവും. കാരണം നമ്മളൊരു ദേശി സിനിമാറ്റിക് യൂണിവേഴ്സ് ആണല്ലോ, അതായത് മിന്നൽ മുരളിയുടെ യൂണിവേഴ്സിലോട്ട് വരുന്ന ഒരു സംഭവമാകുന്ന സമയത്ത് ഒരു ദേശി സിനിമാറ്റിക് യൂണിവേഴ്സ് നമ്മുടെ ഒരു കൾച്ചറിനോടും അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതിയോടും ചേർന്ന് നിൽക്കുന്ന, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണെങ്കിൽ അത് ഭയങ്കര രസമുണ്ടാവും. ഇപ്പോൾ ഹൈടെക് പരിപാടികളൊക്കെ ചെയ്തിട്ട് ഒരുപാട് പരിപാടികളൊക്കെ അവർ ചെയ്യുന്ന യൂണിവേഴ്സും മറ്റേ LCU അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത് വന്നിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ എൻവറോൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നാടിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതിൻ്റെ അകത്ത് പറ്റിയിട്ടുണ്ട്. ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് ഷെർലക് ഹോംസ് ആ ഒരു പരിപാടി ആണ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ധ്യാൻ ശ്രീനിവാസൻ ചെയ്തിട്ടുള്ളത്. ചെറിയ കോമഡികളും ചെറിയ ഞാൻ പറഞ്ഞില്ല ഒരു ഭയങ്കര സ്ലാപ്സ്റ്റിക് പരിപാടി ഇതിൻ്റെ അകത്തില്ല, പക്ഷെ എന്നാലും ചെറിയ കോമഡികൾ, നമുക്കൊരു ലാഫ് ഔട്ട് ലൗഡ് അല്ലാതെ നമ്മൾ കുഞ്ഞിരാമായണത്തിലൊക്കെ ഉള്ള പോലത്തുള്ള കുഞ്ഞു കോമഡികൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി സ്റ്റാർട്ട് ടു എൻഡ് വരെ ഉണ്ട്. സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പാത്തിലേക്ക് കൂടിയാണ് പോകുന്നുണ്ടെങ്കിലും ആ കോമിക് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഊന്നിക്കൊണ്ടാണ് ആക്ച്വലി ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ടെക്നിക്കാലിറ്റീസ് ആണ് എനിക്ക് ഈ സിനിമയെ പറ്റി ഏറ്റവും എടുത്തു പറയാനുള്ളത്. അതിൽ തന്നെ വന്നിട്ട് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഈ രണ്ടുപേരും, രാഹുലും അതുപോലെ തന്നെ ഇന്ദ്രനിലും, അവരുടെ ഒരു വിഷൻ, അതുപോലെ തന്നെ അവർക്ക് ഡിറക്ഷൻ അവർ പുതിയ ആൾക്കാരാണ്, അപ്പോൾ ഡയറക്ടോറിയൽ ടെക്നിക്സിൻ്റെ ഒരു അയ്യരുകളി ഈ സിനിമേൻ്റെ അത് ശരിക്കുണ്ട്. അത് ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ട് ഈ സിനിമ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഭയങ്കര ഹെവി ആയിട്ട് ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയൊന്നും ആകാൻ സാധ്യതയില്ല, എന്നാൽ പോലും ആ ഉള്ള ബഡ്ജറ്റിൽ അവർ ഭയങ്കര റിച്ച് ആയിട്ട് എടുത്ത പോലെ എനിക്ക് ആക്ച്വലി ഈ ഫിലിം കാണുമ്പോൾ തോന്നി. രണ്ടാമത്തെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എഡിറ്റിംഗ് ചമൻ ചാക്കോയാണ് ചെയ്തിട്ടുള്ളത്. പറയില്ല, അത് നമ്മളൊരു ഒക്കേഷണലി നമ്മൾ നോൺ ലീനിയർ മോഡിലേക്ക് പോകുന്നുണ്ട്. ആ ഇടക്കിടക്കുള്ള ആ ഒരു കട്ട്സ്, അതായത് വെച്ചാൽ നമ്മളൊരു കഥ ഒരു സീന് പറഞ്ഞു പോകുന്ന സമയത്ത് ഇടയിലൊരു കട്ട് ചെയ്തിട്ട് അത് പറഞ്ഞില്ല, അത് വൃത്തിയായിട്ടും നല്ല വെടുപ്പായിട്ടും ആക്ച്വലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് എനിക്ക് ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ നോട്ട് ചെയ്യുന്ന, എപ്പോഴും ഞാനങ്ങനെ എഡിറ്റിങ്ങും അങ്ങനെയൊന്നും ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്, നോട്ട് ചെയ്യുന്ന വളരെ കുറച്ച് സിനിമകളുണ്ട്. അതിനകത്ത് ഒന്നാണ് ആക്ച്വലി ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്ന് പറയുന്നത്. ഒരു സീരിയൽ കില്ലർ ആ ഒരു പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ഒരു സീരിയൽ കില്ലർ, ഓപ്പോസിറ്റ് ഡിറ്റക്റ്റീവ്, പോലീസ്, ഇതൊക്കെയുള്ള
പോലെയുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് പരിപാടി ഇതിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്ലാപ്സ്റ്റിക്കും ലാഫ് ഔട്ട് റൗഡും ഇല്ലാത്തതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇനീഷ്യലി ഈ ഗ്രാമത്തിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് പേഴ്സണലി കുറച്ച് പാടുപെട്ടുണ്ടെങ്കിലും പിന്നെ ഇന്റർവെല്ലിലൊക്കെ വരുന്ന സമയത്ത് ഈ സിനിമ ശരിക്കും ഇതിൻ്റെ ഒരു ടോപ്പ് ഗിയറിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ ഇന്റർവെല്ലിന് മുമ്പ് തന്നെ സിജു ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ധ്യാൻ ആ ഒരു പുള്ളിക്കാരൻ്റെ ആ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ച് വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടും ഫീൽ ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് ആക്ച്വലി സിബി മാത്യു അലക്സ് ആണ്. അതുപോലെ തന്നെ മ്യൂസിക് അർജിയാണ് ചെയ്തിട്ടുള്ളത്. വൃത്തിയുള്ള മ്യൂസിക്, ആ ഒരു നമ്മൾ മിന്നൽ മുരളിയും കുഞ്ഞിരാമായണത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ നാടിനോട് ചേർന്നിട്ടുള്ളതും ആ തീമിനോട് ചേർന്നിട്ടുള്ളതായിട്ടുള്ള പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് ചില സ്ഥലത്ത് ഭയങ്കര ഹെവി ആയിട്ടുള്ളതും ചില സ്ഥലത്ത് ആ ഒരു മൂഡിനനുസരിച്ചിട്ട് മാറ്റാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ തുടങ്ങിയ സമയത്ത് വന്നിട്ട് കുറച്ചും കൂടി എൻഗേജിങ് ആവുന്നുണ്ട് ഈ സിനിമ. എന്നാലും പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു സ്പെസിഫിക് പീരീഡ് ഏതാണെന്ന് കാണിക്കാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ലിബർട്ടി ഉണ്ട്. അപ്പോൾ ആ ഒരു ലിബർട്ടി വെച്ചിട്ടാണ് എന്നാലും പഴയ കാലത്ത് നടക്കുന്നത് ആയതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലോജിക്കൽ ലൂപ്പോൾസ് ഒന്നും ഇല്ലാതെ ഈ സിനിമ മുമ്പോട്ട് പോകുന്നുണ്ട്. എങ്ങനെ ഉണ്ടായ പോലും ഇതൊരു കോമിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആക്ച്വലി നമ്മൾ ഷെർലക് ഹോംസും അതൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു കോമിക്കലായിട്ടുള്ള സിനിമ ആയതുകൊണ്ട് അതും നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാരക്ടർ സീരിയൽ കില്ലർ പറയുന്ന സമയത്തേക്ക് ആ സീരിയൽ കില്ലേഴ്സ് ഈ ഒരു കേസ് തെളിയിച്ച് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിട്ടും അറ്റ് ദ സെയിം ടൈം ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തേക്ക് നമ്മളിത് ഓക്കെ ഇതിൽ എന്താണ് ഇത്ര ഉള്ളത് എന്നുള്ള പെർസ്പെക്റ്റീവിൽ നമുക്കൊരു വാവ് മൊമെന്റ് ഇല്ലാതെ പോയത് ആക്ച്വലി എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെന്റ് ആയിട്ട് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തു. ഒരു ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിയേറ്റർ വിടുന്നവരെ അങ്ങനെ ഒരു കണക്ഷൻ ഞാൻ അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടില്ല. പക്ഷെ എന്നാലും ആ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അവകാശപ്പെടുന്നത്. സോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി വന്നിട്ട് ഈ സിനിമ നല്ല രീതിയിൽ ഒരു ഫ്ലോ കൂടി പോയിട്ടുണ്ട്. ബട്ട് ആ ലാസ്റ്റ് ഭാഗങ്ങളിലും അതുപോലെ തന്നെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴും ഈ സിനിമയുടെ ടോട്ടൽ ക്രക്സ് വരേണ്ട സ്ഥലത്തിൽ ഒരു വിചാരിച്ചൊരു പഞ്ച് കിട്ടിയില്ലേ എന്നെനിക്കൊരു തോന്നൽ. അതെനിക്ക് ഇവിടെ ഒരു ചെറിയൊരു ലെറ്റ് ഡൗൺ ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ ഡിറ്റക്റ്റീവ് വിജ്വലൻ പ്രതീക്ഷക്ക് ഒപ്പം തന്നെ വന്നിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ സിനിമയിലുള്ള ആ പ്രെഡിക്റ്റബിലിറ്റി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു തവണ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. വേറൊരു എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ എഫക്ട്സ്. കാരണം നമുക്ക് പെട്ടെന്നൊരു ഒരു സഡൻ ഫിയർ വരുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സീരിയൽ കില്ലറിനെ കാണിക്കുന്നത്. അതൊക്കെ വളരെ നന്നായിട്ട് ഭയങ്കര സൗണ്ട് ആയിട്ടുള്ളൊരു തിയേറ്ററിൽ നല്ല എഫക്റ്റിൽ ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി ഡിറ്റക്റ്റീവ് വിജ്വലൻ ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ആകെ മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിറ്റക്റ്റീവ് വിജ്വലൻ വന്നിട്ട് ഒരു ആവറേജിന് മേലെയുള്ള ഒരു അനുഭവമായിട്ട് ഫീൽ ചെയ്തു. അതായത് ഫസ്റ്റ് ഹാഫും മുതൽ ആ സെക്കൻഡ് ഹാഫിലേക്കുള്ള ഗിയർ ഷിഫ്റ്റും പ്ലസ് സെക്കൻഡ് ഹാഫിൽ ആ ഷിഫ്റ്റ് ചെയ്ത ഗിയറിൽ തന്നെ ക്ലൈമാക്സിൽ കുറച്ചൊന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നെങ്കിലും ധ്യാനിൻ്റെ ശക്തമായിട്ടുള്ളൊരു കംബാക്ക് ആയിട്ടാണ് ആക്ച്വലി തോന്നിയിട്ടുള്ളത്. സോ ഡു വാച്ച് ഡിറ്റക്റ്റീവ് വിജ്വലൻ ഇൻ യുവർ തിയേറ്റേഴ്സ്.